മടക്കയാത്രകൾക്ക് ദൂരം കുറയുന്ന പോലെ തോന്നാറില്ലേ? നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള നമ്മുടെ യാത്രകളെല്ലാം ഒരു മടക്കയാത്രയാക്കി മാറ്റിയാൽ നമുക്കും പെട്ടെന്ന് നമ്മുടെ ലക്ഷ്യത്തിലേക്കൊക്കെ എത്തിക്കൂടെ? അതെങ്ങനെയാണ് നമ്മുടെ യാത്രകളെല്ലാം മടക്കയാത്രയാക്കുക? ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഈ വർഷത്തെ എൻട്രൻസിന്, അത് മെഡിക്കൽ എൻട്രൻസോ എൻജിനീയറിംഗ് എൻട്രൻസോ ആയിക്കോട്ടെ, അതല്ലെങ്കിൽ +1 +2 SSLCയിലെയോ പബ്ലിക് എക്സാമിനെ ഫേസ് ചെയ്യാൻ പോകുന്നൊരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിലിപ്പോൾ ഒരുപാട് ആശങ്കകളും പ്രതീക്ഷകളുമെല്ലാം ഒരുമിച്ച് വരുന്ന ഒരു സമയമാണ്. ഇനിയുള്ള കുറച്ച് സമയം നമ്മൾ വളരെ നിർബന്ധമായി പ്രാക്ടീസ് ചെയ്യേണ്ട, അതല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത്, നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് കാണുക, നിർബന്ധമായും പ്രാക്ടീസ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്കതിൻ്റെ റിസൾട്ട് നിങ്ങളുടെ പഠനത്തിൽ കാണാൻ പറ്റും. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഈ പഠനവുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളുടെ ഒരു സൈക്കോളജി, അതല്ലെങ്കിൽ പഠനത്തെ ബൂസ്റ്റ് ചെയ്യുന്ന നമ്മുടെ മൈൻഡിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട പല കാര്യങ്ങൾ ആലോചിച്ചപ്പോൾ കുറേയൊക്കെ നമുക്ക് സ്വന്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. എന്നിരുന്നാൽ പോലും ഞാൻ ഈ വിഷയത്തിൽ ഒരുപാട് റെഫറൻസ് എടുത്തിട്ടുണ്ട്. ഈ അടുത്ത് വായിച്ചതിൽ വളരെയധികം എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തൊരു ബുക്ക് എന്ന് പറയുന്നത് ദ സീക്രട്ട് എന്ന ബുക്കാണ്. നിങ്ങളിൽ പലരും ചിലപ്പോൾ വായിച്ചിട്ടുണ്ടാകും. റോൺഡെ ബേൺ എന്ന് പറയുന്ന ഓതറിൻ്റെ വളരെ പ്രസിദ്ധമായ ബുക്കാണ്. ഇന്ന് മലയാളത്തിലും അത് അവൈലബിൾ ആണ്. ഒഴിഞ്ഞിരിക്കുമ്പോഴൊക്കെ പിൽക്കാലത്ത് പരീക്ഷയുടെ ഈ തിരക്കുകളൊക്കെ കഴിഞ്ഞ് വായിക്കാൻ പറ്റിയ നല്ലൊരു ബുക്കാണ്, വായിച്ചേക്കണം. അതുപോലെ ഒരുപാട് ജേണൽസ് വായിച്ചിട്ടുണ്ട്, ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ട്, ഇംഗ്ലീഷിലും മലയാളത്തിലുമൊക്കെ. കുറേ കാര്യങ്ങളും കുറേ കഥകളും മെൻ്റലിസ്റ്റ് ആദി പറഞ്ഞു തന്നിട്ടുണ്ട്. നന്നായി റെഫറൻസ് എടുക്കാൻ പറ്റിയ നല്ലൊരു സോഴ്സാണ് മെൻ്റലിസ്റ്റ് ആദി എന്ന് തോന്നിയിട്ടുണ്ട്. കടപ്പാടുകളുണ്ട്. എൻ്റേതായ വേർഷനിൽ ഞാൻ ഇടപെടുന്ന സമൂഹത്തിൽ, അതായത് നിങ്ങളാകുന്ന എൻ്റെ ഓഡിയൻസിൽ എൻട്രൻസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന, പരീക്ഷയോട് അടുത്ത് നിൽക്കുന്ന വിദ്യാർത്ഥികളോടുള്ള ഒരു ടോക്കായിട്ട് നിങ്ങളിതിനെ അക്സെപ്റ്റ് ചെയ്യുക. എൻട്രൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഭാഗ്യപരീക്ഷണമാണ്. 25 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ ഇന്ത്യയിൽ പരീക്ഷ എഴുതുമ്പോൾ 1 ലക്ഷത്തിൻ്റെ താഴെ മാത്രം വിദ്യാർത്ഥികൾ മാത്രമാണ് എൻട്രൻസ് വഴി ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എത്ര എഫേർട്ട് ഇട്ടാലും അത് ഒരു പരിധിവരെ ഭാഗ്യമാണ് എന്ന് പലരും കേട്ടിട്ടുണ്ടാകും, പലരും വിശ്വസിക്കുന്നുണ്ടാകും. ഭാഗ്യം ഉണ്ടോ? ഭാഗ്യം ഉണ്ട്. ഭാഗ്യം എന്ന് പറയുന്നൊരു സാധനം ഉണ്ട്. പക്ഷേ ലക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ഭാഗ്യം? ലക്ക് ഈസ് വാട്ട് ഹാപ്പൻസ് വെൻ യുവർ പ്രിപ്പറേഷൻസ് മീറ്റ് ഓപ്പർച്യൂണിറ്റി. നിങ്ങളുടെ എഫേർട്ടുകൾ ഓപ്പർച്യൂണിറ്റിയെ കണ്ടെത്തുന്നതിനെ വിളിക്കുന്ന പേരാണ് ലക്ക്. അപ്പോൾ നിർബന്ധമായും അവിടെ നമ്മുടെ എഫേർട്ട് ഉണ്ടായേ പറ്റൂ. എഫേർട്ട് ഉണ്ടാവൽ നിർബന്ധമാണ്. എഫേർട്ട് ഇല്ലാതെ ഭാഗ്യമാണെന്ന് പറഞ്ഞിരിക്കുന്നത് ഭയങ്കര അബദ്ധമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ നാട്ടിലൊക്കെ വളരെ പ്രസിദ്ധമായ ഒരു കഥയുണ്ട്. 10 വർഷമായിട്ട് ലോട്ടറി കിട്ടാൻ വേണ്ടിയിട്ട്, ഭാഗ്യം ലഭിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹം കുറേ കാലം പ്രാർത്ഥിച്ചു. കഥയാണേ, ഒരുപാട് കാലം പ്രാർത്ഥിച്ചു. പക്ഷെ അദ്ദേഹത്തിന് ലോട്ടറി കിട്ടിയില്ല. കാരണം അദ്ദേഹം ലോട്ടറി എടുക്കാറില്ല. ലോട്ടറി എടുക്കുക എന്നൊരു മിനിമം എഫേർട്ട് എടുത്തതിന് ശേഷമല്ലേ പ്രാർത്ഥനകൾക്ക് ഫലം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇദ്ദേഹം ഒരുപാട് കാലം ലോട്ടറി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന കാരണം ഒരാൾ പോയിട്ട് പറഞ്ഞത്രേ, ആദ്യം പോയിട്ടൊരു ലോട്ടറിയെങ്കിലും എടുക്കും മനുഷ്യ, എന്നിട്ടല്ലേ പ്രാർത്ഥന. പഠിക്കണം മോനെ. പഠിക്കാതെ ലക്ക് എന്ന വാക്ക് പ്രയോഗിക്കുന്നത് എസ്കേപ്പിസമാണ്, ഓടി രക്ഷപ്പെടലാണ്, പണിയെടുക്കാനുള്ള മടിയാണ്. അപ്പോൾ ഭാഗ്യം പിന്നാലെ വന്നോളും. എഫേർട്ടിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഭാഗ്യത്തിനല്ല. ഭാഗ്യം വന്നോളും. ഭാഗ്യം കിട്ടണമെങ്കിൽ എഫേർട്ട് നിർബന്ധമാണ്. ഞാനൊരു കഥ പറയാം. ജോൺ ഡി റോഫില്ലർ എന്നാണ് കഥാനായകൻ്റെ പേര്. അദ്ദേഹം വലിയൊരു ധനികനായിരുന്നു. ഒരുപാട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര പണക്കാരനായി. അദ്ദേഹത്തിൻ്റെ സക്സസ്സിന് ശേഷം
ലോകമറിയപ്പെടുന്ന ഒരു വലിയ ഇൻഫ്ലുവൻസറായി അദ്ദേഹം മാറി. അപ്പോൾ ഒരുപാട് ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ നടക്കുന്നതിനിടയിൽ ഒരു ജൂനിയർ ആയിട്ടുള്ള ഒരു ജേർണലിസ്റ്റ് അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യുകയാണ്. അപ്പോൾ ജേർണലിസ്റ്റ് ഇദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഭാഗ്യത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞു, യെസ് ഓഫ് കോഴ്സ്, ഭാഗ്യത്തിൽ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ജേർണലിസ്റ്റ് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ ഭയങ്കര രസകരമാണ്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഭാഗ്യദേവത, അദ്ദേഹത്തിൻ്റെ ഭാഷയാണ് ഞാൻ പ്രയോഗിക്കുന്നത്, ഭാഗ്യദേവത നമ്മുടെ തലക്ക് മുകളിലൂടെ വല്ലപ്പോഴൊക്കെ ഒന്ന് പറക്കും. ആ പറക്കുന്ന കറക്റ്റ് ടൈമിൽ നമ്മൾ ആ ഭാഗ്യദേവതയെ ചാടി പിടിച്ചാൽ, ജമ്പ് ചെയ്ത് പിടിച്ചാൽ, ആ ഭാഗ്യദേവത നമ്മളെയും കൊണ്ട് പറന്ന് 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 ഒരുപാട് ഉയരങ്ങളിൽ കൊണ്ടുപോയി വെക്കും. അങ്ങനെ ലൈഫിലെ നമ്മൾ കാണാത്ത ഒരുപാട് ബാലികേറ മലകൾക്ക് മുകളിൽ നമ്മൾ എത്തിപ്പെടും. ബാക്കിയുള്ളവരൊക്കെ അവിടെ ഉണ്ടാവും. അപ്പോൾ ലക്കിനെ കുറിച്ച് ഇദ്ദേഹം പ്രയോഗിച്ച വാക്കുകൾ കേട്ടപ്പോൾ ഈ ജേർണലിസ്റ്റ് തിരിച്ചു ചോദിക്കുകയാണ്, ഓക്കെ, പക്ഷേ ഈ ഭാഗ്യദേവത എന്നാണ്, എപ്പോഴാണ് നമ്മുടെ തലക്ക് മുകളിലൂടെ പറക്കുക എന്ന് നമ്മളെങ്ങനെയാണ് മനസ്സിലാക്കുക? അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടിയുണ്ട്, അതാണ് ഇതിലേറ്റവും ഹൈലൈറ്റ്. ഇദ്ദേഹം പറഞ്ഞു, അത് എനിക്കും അറിയില്ല, അതുകൊണ്ട് ഞാൻ എപ്പോഴും ചാടിക്കൊണ്ടിരിക്കുമായിരുന്നു. ഹാർഡ് വർക്കിനെ എത്ര ബ്യൂട്ടിഫുള്ളായിട്ടാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. എപ്പോഴും ചാടിക്കൊണ്ടിരുന്നപ്പോൾ ഒരു തവണയെങ്കിൽ ഒരു തവണ ഭാഗ്യദേവതയിൽ നമുക്ക് പിടുത്തം കിട്ടും, നമ്മൾ പറക്കും. വളരെ ഇമ്പോർട്ടൻ്റായ ഒരു ടോപ്പിക്കാണ് ബിലീഫ്, വിശ്വാസം വേണം. നിങ്ങൾക്ക് എൻട്രൻസ് കിട്ടുമെന്ന് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വിശ്വസിക്കേണ്ടവൻ നിങ്ങൾ മാത്രമായിരിക്കണം. നിങ്ങളെക്കാൾ മറ്റാരത് വിശ്വസിച്ചാലും അത് നിങ്ങളുടെ റിസൾട്ടിന് ഗുണം കിട്ടില്ല. നിങ്ങളല്ലാത്ത വേറൊരാളും അത് വിശ്വസിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. യു ബിലീവ്. അടിസ്ഥാനപരമായ ഒരു കഴിവ് നിങ്ങൾക്കുണ്ട് എന്നുള്ള ഒരു മിനിമം തോട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ, ആ തോട്ട് ഓഫ് കോഴ്സ് എല്ലാ കാര്യങ്ങൾക്കും അനിവാര്യമാണ്. നിങ്ങളെക്കൊണ്ട് പറ്റും എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യും, നിങ്ങളവിടെ എത്തും എന്നൊരു ബിലീഫ്, ഒരു വിശ്വാസവും കൂടി നിങ്ങൾക്ക് വേണം. ഒരു ചെറിയ കഥ പറയാം. കഥയുടെ പേര് മഴ എന്ന. മഴയില്ല, നാടായ നാടുകളിൽ മുഴുവൻ വരൾച്ചയാണ്. എല്ലാവരും മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ എല്ലാവരും ഒരു മൈതാനത്ത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി എത്തിച്ചേർന്നു. വളരെ ചെറിയ ഒരു പെൺകുട്ടി മാത്രമാണ് കയ്യിൽ കുട കരുതിയിരുന്നത്. അപ്പോൾ പ്രാർത്ഥിക്കാൻ എല്ലാവരും ഉണ്ടാവും. നടക്കാനുള്ള വഴികളാണിതെന്ന് പലരും വിചാരിക്കുന്നുണ്ടാകും, പക്ഷെ വിശ്വസിക്കുന്നുണ്ടാവില്ല. യു ബിലീവ്. ഇന്ന് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മഴ കിട്ടുമെന്ന വിശ്വാസമുള്ളതായി ആ കൂട്ടത്തിൽ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരാൾ നമ്മളാവണം. മെയ് മാസത്തിലും ഏപ്രിൽ മാസത്തിലും വരുന്ന എക്സാം കഴിയുമ്പോൾ എനിക്ക് എൻട്രൻസ് കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ഒരാളെങ്കിലും വേണം. അങ്ങനെ ഒരാളെ ഉള്ളൂ എങ്കിൽ അത് നിങ്ങളാവണം. സാറേ, നമ്മളെ ഒരുപാട് ആഗ്രഹിച്ചിട്ട്, നമ്മളത് വിശ്വസിച്ചിട്ട് നമ്മളവിടെ എത്താതെ പോയാലോ എന്നൊരു ചോദ്യം അവിടെ ഭയങ്കര ക്വസ്റ്റ്യൻ മാർക്കായിട്ട് ചിലരുടെ മനസ്സിലുണ്ടാകും. എത്താതെ പോയാലോ എന്നൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ യു മസ്റ്റ് ട്രസ്റ്റ് മീ, നിങ്ങളുടെ ബിലീഫ് 100% ആയിട്ടില്ല. എത്താതെ പോയാലോ എന്നൊരു ചോദ്യം നമുക്ക് മുമ്പിൽ ബാക്കിയുണ്ടെങ്കിൽ നമ്മുടെ ബിലീഫിനോട് നമ്മൾ സിൻസിയറായിട്ടില്ല. 99% എനിക്ക് വിശ്വാസമുണ്ട് സാർ, പോരാ. നീ വിശ്വസിക്കേണ്ടത് 100% ആണ്. 99%, 90%, 80% വിശ്വാസമൊക്കെ നാട്ടുകാർക്കുള്ളതാണ്. അവർ വിശ്വസിച്ചോട്ടെ, 20% അവർ വിശ്വസിച്ചോട്ടെ നീ ഡോക്ടറാകുമെന്ന്. പക്ഷെ നമ്മുടെ മനസ്സിൽ നമ്മുടെ ബിലീഫ് ഉണ്ടായിരിക്കേണ്ടത് 100% ആണ്. ഫ്രാക്ഷൻ ഓഫ് പോയിൻറ്റ്സ് പോലും അതിൽ കുറവുണ്ടാവാൻ പാടില്ല. നടക്കുമെന്ന് ഉറപ്പിച്ചുള്ള യാത്ര നടന്നിരിക്കും. എനിക്കൊന്ന് ന്യൂയോർക്ക് വരെ പോകണം. ന്യൂയോർക്കിലേക്ക് പോകാനുള്ള പ്രൊസീജിയർ എന്തൊക്കെയാണ് നിങ്ങളൊന്ന് മനസ്സിലൊന്നിങ്ങനെ കണ്ടേ. മലപ്പുറത്ത് CM അക്കാഡമിയുടെ ഓഫീസിലെ സ്റ്റുഡിയോയിലിരുന്ന് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക്
ഒന്ന് ന്യൂയോർക്ക് വരെ പോയിട്ട് വരണമെങ്കിൽ എന്തൊക്കെ പ്രൊസീജിയറുണ്ട്? ഫസ്റ്റ് ഓഫ് ഓൾ, എൻ്റെ പാസ്പോർട്ട് ഓക്കെ ആയിരിക്കണം. നിങ്ങളുടെ മനസ്സിൽ വരുന്ന തോട്ടുകളാണ് ഞാനീ പറയുന്നത്. എൻ്റെ വിസ ഓക്കെ ആയിരിക്കണം. ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റിനുള്ള ക്യാഷ് എൻ്റെ കയ്യിൽ വേണം. എയർപോർട്ടിൽ പോകണം. അവിടെ നിന്ന് ഫ്ലൈറ്റ് വഴി ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ എനിക്ക് ന്യൂയോർക്കിലെത്തണം. ഇതാണല്ലോ അതിൻ്റെ മാന്യമായൊരു രീതി. പക്ഷേ നമ്മൾ ആരും പറയാതെ പോകുന്ന, നമ്മൾ ചിലപ്പോഴൊക്കെ ചെയ്യാൻ മടിക്കുന്ന ഒരു സ്റ്റെപ്പ് ഇതിലുണ്ട്. എന്താണെന്നറിയോ? എയർപോർട്ടിലേക്ക് പോകണമെങ്കിൽ ഞാൻ ആദ്യം ഈ ഇരിക്കുന്നിടത്ത് നിന്നൊന്ന് എണീക്കണം. അതിൽ നമ്മൾ മടി കാണിക്കാൻ പാടില്ല. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്, നിങ്ങളുടെ എൻറ്റയർ ജേണിയുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞു, വീട്ടിൽ നിന്ന് ഇറങ്ങിയാലേ ന്യൂയോർക്കിലേക്ക് എത്തുള്ളൂ. നിങ്ങൾ ടിക്കറ്റ് എടുത്താലും വിസ റെഡിയാക്കിയാലും നിങ്ങളതിനുള്ള ഫണ്ട് റെഡിയാക്കി വെച്ചാലും ന്യൂയോർക്കിലെ എയർപോർട്ടിൽ നിങ്ങളെ സ്വീകരിക്കാനുള്ള കാറ് വരെ റെഡിയാക്കിയാലും ഈ ഇരിക്കുന്നിടത്തു നിന്ന് എണീക്കാതെ നീ ന്യൂയോർക്കിലെത്തില്ല. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ ആണ് മക്കളെ ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മൾ ഇറങ്ങണം, തുടങ്ങിക്കോളണം. ബാക്കി നമുക്ക് ചെയ്യാമേ. 50% അവിടെ തീരും. നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ ബാക്കി റെഡി ആയിക്കോളും. നിങ്ങൾ ഇറങ്ങണം. അപ്പോഴുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, ഇറങ്ങാൻ തീരുമാനിച്ചു, എപ്പോഴിറങ്ങും? നോർമലി നമ്മളെല്ലാവരും ചെയ്യുന്നൊരു പരിപാടി, 1-ാം തീയതി ഇറങ്ങാം, 1-ാം തീയതി പഠിപ്പ് തുടങ്ങാം, അല്ലെങ്കിൽ തിങ്കളാഴ്ച തുടങ്ങാം. ഇനി അത്ര നീട്ടിവെക്കാൻ പറ്റാത്തൊരു പരിപാടിയാണെങ്കിൽ നാളെ, ഇന്ന് പറ്റില്ല, നാളെ. അത്ര പോലും നീട്ടിവെക്കാൻ പറ്റാത്തൊരു പരിപാടിയാണെങ്കിൽ ഇപ്പോൾ സമയം 12:33. എനിക്കൊരുപാട് ലാഗാക്കാൻ പറ്റാത്തൊരു പരിപാടിയാണ് എങ്കിൽ ഞാനിനിപ്പോൾ മനസ്സിൽ വിചാരിക്കാൻ പോണത്, ഞാനിനി പഠിക്കാൻ തുടങ്ങുന്നത് എപ്പോഴാണ്? 1 മണിക്ക്. 1 മണിക്കേ പഠിക്കുള്ളൂ, 1:30 പഠിക്കുള്ളൂ, 4 മണിക്കേ പഠിക്കുള്ളൂ, 3:55 അത് പഠിപ്പടക്കില്ല. അങ്ങനെയുള്ള തോന്നലാണ് പൊന്നുമക്കളെ ആദ്യം മാറ്റിവെക്കേണ്ടത്. ഇതൊന്നും നിങ്ങളങ്ങനെ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും ഒരു ഡിസിഷൻ അല്ല. അതെല്ലാം നിങ്ങളുടെ മടിയാണ്, എഫേർട്ട് എടുക്കാനുള്ള മടിയാണ്. മൈൻഡിലൊന്ന് കോറിയിട്ടോളണേ. ഞാനീ പറയുന്നതൊന്ന് ഹൃദയം കൊണ്ട് അക്സെപ്റ്റ് ചെയ്തോളണേ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള നിങ്ങളുടെ ലൈഫിലെ ആദ്യത്തെ ദിവസമാണ് ഇന്ന്. ഇന്നാണ് എല്ലാം തുടങ്ങേണ്ടത്. ഇനിയാണ് ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. റൈറ്റ് യുവർ സ്ക്രിപ്റ്റ് ബാക്ക്വേർഡ്. നിങ്ങളുടെ സ്ക്രിപ്റ്റിനെ പുറകിൽ നിന്ന് ഇങ്ങോട്ട് എഴുതുക. അതെന്താ? കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ എയിമിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒരിക്കലും ഫോർവേഡ് അല്ല ചിന്തിക്കേണ്ടത്, ബാക്ക്വേർഡാണ്. അതെന്താ സാറേ ഡിഫറൻസ്? ഞാൻ പറഞ്ഞുതരാം, കൃത്യമായി മനസ്സിലാക്കണേ. ഒരു +2 സ്റ്റുഡൻറ്റ് +2 കഴിഞ്ഞിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് +2 കഴിഞ്ഞിട്ടാവരുത്. അങ്ങനെ ആയാലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, +2 കഴിഞ്ഞ് അവൻ്റെ മുമ്പിൽ ഒരുപാട് വഴികളുണ്ടാകും. ഏതെങ്കിലും ഒരു വഴിയിലേക്ക് അവൻ കിടക്കും. എന്നിട്ട് ആ കോഴ്സ് കഴിയുമ്പോഴാണ് ഇനി മുന്നോട്ട് എന്ത് എന്ന് അവൻ ചിന്തിക്കുന്നത്. അപ്പോഴും ഒരുപാട് വഴികളിൽ നിന്ന് ഏതെങ്കിലും ഒരു വഴിയിലേക്ക് അവൻ കിടക്കും. അങ്ങനെ പോകുമ്പോൾ കുട്ടിക്കാലത്ത് നമ്മൾ കണ്ട കിനാവുകളെല്ലാം വെറും കിനാവുകളായി മാറാൻ സാധ്യതയുണ്ട്. ഒരുപാട് മൈൽ സ്റ്റോണുകൾ താണ്ടിക്കിടന്ന് നമ്മൾ വരുമ്പോൾ, ഒരുപാട് ജംഗ്ഷനുകളിലേക്ക് നമ്മൾ എത്തുമ്പോൾ, ഒരുപാട് വഴികളെ സെലക്ട് ചെയ്യേണ്ടത് ആ സിറ്റുവേഷനിലാണ് എന്നൊരു സന്ദർഭം വരുമ്പോൾ പല വഴികളും തെറ്റായ തീരുമാനങ്ങളായി പോയേക്കാം. ഇതാണ് ഫോർവേഡ് തോട്ട്. ഫോർവേഡായിട്ടുള്ള അപ്രോച്ച് ഇങ്ങനെയാണ്. ഇങ്ങനെ ചെയ്യരുത്. പകരം ബാക്ക്വേഡ് വരിക. നമ്മൾ എന്താവണം? ഞാനൊരു IAS ഓഫീസർ ആവാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, IAS ഓഫീസർ ആവാൻ ഉദ്ദേശിച്ച ആൾക്ക് ഞാൻ IAS ഓഫീസർ ആവണമെങ്കിൽ എന്ത് ചെയ്യണം, അത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, അത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, അത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, അങ്ങനെ ഞാൻ ഇപ്പോഴുള്ള പൊസിഷനിലേക്ക് പുറകിലോട്ട് വരച്ച് വരണം. അപ്പം എന്താ ഗുണം? നമ്മുടെ മുന്നിൽ ഒരൊറ്റ വഴിയേ ഉണ്ടാവുള്ളൂ, അതാണ് നമ്മുടെ വഴി. അതിന് ചെയ്യേണ്ട പണി എന്താണെന്ന് വെച്ചാൽ, ഞാൻ നിങ്ങളോട് തുടക്കത്തിൽ പറഞ്ഞു, മടക്കയാത്രകൾക്ക് ദൂരം കുറവായിരിക്കും. ഞാൻ ഇന്നുവരെ എത്തിയിട്ടില്ലാത്തൊരു നാട്ടിലേക്ക് ഞാൻ ആദ്യമായി യാത്ര പോകുമ്പോൾ എനിക്കൊരുപാട് കാഴ്ചകൾ കാണാനുണ്ടാകും, എനിക്കൊരുപാട് തടസ്സങ്ങളുണ്ടാകും.
ഞാൻ പ്രതീക്ഷിക്കാതെയുള്ള പോക്കായതുകൊണ്ട്, എനിക്ക് പരിചയമില്ലാത്തതുകൊണ്ട്, എനിക്ക് മൈൻഡിൽ വന്നിട്ടില്ലാത്ത പല തടസ്സങ്ങൾ, ചില ചെക്ക് പോസ്റ്റുകളിൽ എനിക്ക് ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും. അതിനു മുമ്പ് കരുതേണ്ട പല രേഖകളും ഞാൻ കരുതാത്തത് കൊണ്ട് എനിക്ക് പലയിടത്തും ലാഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഗൂഗിൾ മാപ്പ് വഴി തെറ്റുന്നുണ്ടോ എന്ന് എനിക്കിടയ്ക്ക് ശ്രദ്ധിക്കേണ്ടി വരും. പുതിയതായി കാണുന്ന കാഴ്ചകൾ കാണേണ്ടി വരും. പരിചയമില്ലാത്ത റോഡിലൂടെ പോകുമ്പോൾ അറിയാതെ ചിലപ്പോൾ ഒരു ഹമ്പ് എടുത്ത് ചാടുകയോ ഒരു ഗട്ടർ എടുത്ത് ചാടുകയോ ചെയ്താൽ വണ്ടിക്ക് സംഭവിക്കുന്ന തകരാറുകൾ പരിഹരിക്കാൻ എനിക്ക് സമയം കാണേണ്ടി വരും. അങ്ങനെ ഒരുപാട് സമയം താണ്ടി ഞാൻ എത്തിയ സ്ഥലത്ത് നിന്ന് തിരിച്ച് ഞാൻ എൻ്റെ നാട്ടിലേക്ക് വരുമ്പോൾ എനിക്ക് ദൂരം കുറയുന്നതായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. കാരണം ആ വഴികൾ ഇനി നമുക്ക് പരിചിതമല്ലാത്തതല്ല. നമ്മളിത് മുമ്പ് കണ്ടിട്ടുണ്ട്. വഴികളിലെ തടസ്സങ്ങളെക്കുറിച്ച് ചെറിയ ധാരണ നമുക്കുണ്ട്. അതുപോലെ പുതുമയോടെ കാണേണ്ട പല കാര്യങ്ങളെയും നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് വീട്ടിലേക്ക് എത്താൻ പറ്റും. ലക്ഷ്യത്തിലേക്കുള്ള യാത്രയും ഇങ്ങനെയാക്കിയാൽ മതി. എടാ, നമുക്ക് 2 യാത്രകളുണ്ട്. ഒന്ന് ശരീരം കൊണ്ടുള്ള യാത്ര, മറ്റൊന്ന് മനസ്സുകൊണ്ടുള്ള യാത്ര. നോർമലി നമ്മളെല്ലാവരും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഒരുമിച്ചാണ് യാത്ര പോവാറ്. അങ്ങനെ യാത്ര പോകുമ്പോൾ രണ്ടിലും ഒരുപാട് ലാഗടിക്കും. മനസ്സുകൊണ്ട് ആദ്യം ഒരു യാത്ര. എന്താവാനാണ് ആഗ്രഹിക്കുന്നത്? ഞാൻ ഡൽഹി എയിംസിൽ MBBS ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റ് ആവാനാണ് ആഗ്രഹിക്കുന്നത്. അടുത്ത വർഷം ഈ സമയത്ത് ഞാൻ ഡൽഹി എയിംസിലെ ഹോസ്റ്റലിൽ ഇരുന്ന് ഇതേ വീഡിയോ ഞാൻ ഒരിക്കൽ കൂടി കാണും. മനസ്സുകൊണ്ട് നിങ്ങളുടെ ബ്രെയിൻ നിങ്ങൾ എന്ത് മാനിപ്പുലേറ്റ് ചെയ്യുന്നോ അതിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് തരും. ഞാൻ ഡോക്ടർ ആകും എന്നല്ല, ഞാൻ ഡോക്ടറായി എന്ന് വിശ്വസിച്ച് തുടങ്ങും. ഞാനിപ്പോൾ ഡോക്ടറാണ്. ഞാൻ ഡൽഹി എയിംസിലെ വരാന്തകളിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരം കോഫി കുടിക്കാൻ ഞാൻ പോകുന്നത് ഇന്ത്യയിലെ 25 ലക്ഷം വിദ്യാർത്ഥികൾ ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയ ഒരു ക്യാൻറ്റീനിലേക്കാണ്. എയിംസിലെ ക്യാൻറ്റീനിലിരുന്ന് ചായ കുടിക്കണം, എയിംസിലെ പേഷ്യൻസിനെ ഡീല് ചെയ്യണം, എയിംസിലെ ലെക്ചർ ക്ലാസ്സുകളിൽ പങ്കെടുക്കണം. ഇതെല്ലാം നിങ്ങളായി തീർന്നിട്ടുണ്ടെന്ന് നിങ്ങളാദ്യം 100% വിശ്വസിക്കുക. മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക നിർബന്ധമായ കാര്യമാണ്. ചിലർ ചോദിക്കും, സാറേ, ആഗ്രഹിച്ചത് അല്ലെങ്കിൽ മനസ്സുകൊണ്ട് വിചാരിച്ചതെല്ലാം നടക്കുമോ? അതൊരു വളരെ ട്രിക്കി ക്വസ്റ്റ്യനാണ്. അതിനുള്ള ഉത്തരം ഞാൻ പറയാം, പക്ഷെ അത് കഴിഞ്ഞുള്ള എൻ്റെ ഡയലോഗ് നിങ്ങൾ മറക്കരുത്. മനസ്സിൽ വിചാരിച്ചതെല്ലാം നടന്നോളണമെന്നില്ല. പക്ഷെ നടക്കണമെങ്കിൽ മനസ്സിൽ വിചാരിക്കാതെ പറ്റില്ല. നടക്കണ്ടേ? നടക്കാനല്ലേ നമ്മൾ ഈ പണിയെടുക്കണേ. അപ്പോൾ പിന്നെ മനസ്സ് വിചാരിക്കാതെ പറ്റില്ല. അപ്പോൾ പിന്നെ വിചാരിച്ചിട്ട് കാര്യമുണ്ടോ ഇല്ലേ എന്നുള്ള ചർച്ച മാറ്റി വെച്ചിട്ട് മനസ്സുകൊണ്ടൊരു യാത്ര പോകും. എൻട്രൻസ് എക്സാം തീരുന്നു. കേരളത്തിലെ നല്ലൊരു മെഡിക്കൽ കോളേജിൽ, എഞ്ചിനീയറിംഗ് കോളേജിൽ, NITയിൽ, IITയിൽ അഡ്മിഷൻ കിട്ടാനുള്ള അത്രയും സ്കോർ ഞാൻ വാങ്ങിയിട്ടുണ്ട് എന്ന് ഇമാജിൻ ചെയ്യും. ആ സ്കോർ കിനാവ് കാണും. ആ സ്കോറിൽ വിശ്വസിക്കുക. ആ സ്കോർ കിട്ടാൻ ഞാൻ എന്ത് ചെയ്യണം? ആ എഫേർട്ട് ലഭിക്കാൻ ഞാൻ എപ്പോൾ എണീക്കണം? ആ എഫേർട്ട് ലഭിക്കാൻ ഞാൻ എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യണം? ആ എഫേർട്ട് ലഭിക്കാൻ ഞാൻ എങ്ങനെ ടീച്ചേഴ്സിനെ യൂട്ടിലൈസ് ചെയ്യണം എന്ന് ബാക്ക്വേർഡ് സ്ക്രിപ്റ്റ് ചെയ്യും. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുങ്ങി അങ്ങോട്ട് ഇറങ്ങട. നടക്കാതെ എവിടെ പോവാൻ? നിങ്ങളിറങ്ങിയേ പറ്റൂ. അതിനെ നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ. ഒപ്ര വിൻഫ്രി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒപ്ര വിൻഫ്രിയുടെ വളരെ പ്രസിദ്ധമായ ഒരു കോട്ട് കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു പോവുകയാണ്. യു ഡോണ്ട് ബിക്കം വാട്ട് യു വാണ്ട്, ബട്ട് യു ബിക്കം വാട്ട് യു ബിലീവ്. നിങ്ങൾ എന്താവണമെന്ന് നിങ്ങൾ ചിന്തിച്ചതോ നിങ്ങൾ ആവശ്യപ്പെട്ടതല്ല നിങ്ങളായിത്തീരുക. നിങ്ങൾ ആരോട് ആവശ്യപ്പെടാൻ? നിങ്ങൾ നിങ്ങളോടാണ് ആവശ്യപ്പെടേണ്ടത്. നിങ്ങൾ ആവശ്യപ്പെട്ടതല്ല നിങ്ങളായിത്തീരുക, പകരം നിങ്ങൾ വിശ്വസിച്ചതാണ് നിങ്ങളായിത്തീരുക. ഒരൊറ്റ വാക്കിൽ കൂടിയിരുന്ന് അങ്ങനെ ആലോചിച്ചാൽ ഒരുപാട് സമയം ആലോചിക്കാനുള്ള മരുന്ന് ആ കോട്ടിലുണ്ട്. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. യു ബിലീവ്. നിങ്ങൾ വിശ്വസിക്കുക, വിശ്വാസത്തിനനുസരിച്ചുള്ള കർമ്മങ്ങളിലേക്ക് കിടക്കുക, നിങ്ങളുടെ എയിമിനെ സെറ്റ് ചെയ്യുക, പുറകിലോട്ട് ചിന്തിക്കുക, മനസ്സുകൊണ്ടൊരു യാത്ര പോവുക. മനസ്സുകൊണ്ട് പോകുമ്പോൾ
ഒരുപാട് തടസ്സങ്ങളെ നമുക്ക് അപ്പോൾ തന്നെ നേരിട്ട് കാണാൻ പറ്റും. 100 ക്വസ്റ്റ്യൻ 2 മണിക്കൂറിനുള്ളിൽ ചെയ്ത് തീർക്കണമെന്ന ആഗ്രഹവുമായിട്ട് ഇറങ്ങുമ്പോൾ 50 ക്വസ്റ്റ്യൻ ചെയ്യാനേ പറ്റുള്ളൂ എങ്കിൽ സ്വാഭാവികമായും വെരി നെക്സ്റ്റ് 1 അവറിൽ നമ്മൾ പിന്നീട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം വീണ്ടും കുറയും. എന്തുകൊണ്ടാണ്? നമ്മൾ മാനസികമായി ഒന്ന് ഡൗൺ ആയതുകൊണ്ടാണ്. ഈ പ്രതിസന്ധികളെല്ലാം നമ്മൾ മനസ്സുകൊണ്ടുള്ള യാത്രയിൽ ആദ്യമേ കണ്ടിട്ടുണ്ടെങ്കിൽ ശരീരം കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ നമുക്കിതൊന്നും പുതുമയല്ല. തടസ്സങ്ങളില്ലാതെ വിജയങ്ങളിലേക്ക് എത്താൻ കഴിയുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. തടസ്സങ്ങൾ വന്നു തുടങ്ങിയാൽ മനസ്സിലാക്കണം നിങ്ങൾ റൈറ്റ് ട്രാക്കിലാണ്. ബോറടിക്കില്ലേ? ബോറടിക്കും. ബോറടിക്കുമ്പോഴല്ലേടാ നമ്മൾ കത്തിക്കേറി പഠിക്കേണ്ടത്. ബോറടിച്ച് പഠിക്കുന്ന സമയത്തെ നിങ്ങളുടെ എഫേർട്ട് വരുന്നുള്ളൂ. ഇഷ്ടപ്പെട്ട ഒരാൾ ചെയ്യുകയാണെങ്കിൽ ദാറ്റ്സ് നോട്ട് എഫേർട്ട്. അത് എഫേർട്ടല്ലല്ലോ. എഫേർട്ട് ആവണമെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെടണം. കഷ്ടപ്പെടാനുള്ള അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കണം. ബോറടി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹാപ്പി ആവണം. ഓക്കെ, ബോറടിച്ച് തുടങ്ങി, ഇനിയാണ് എൻ്റെ എഫേർട്ട്, ഇപ്പോഴാണ് ഞാൻ പണിയെടുക്കേണ്ട ടൈം. ഈ ബോറടിക്കുന്നതിന് മുമ്പുള്ള സമയത്ത് എല്ലാവരും പഠിക്കുന്നുണ്ടാവും. ബോറടിക്കുമ്പോൾ നല്ലൊരു ശതമാനം ആൾക്കാർ അവിടെ നിർത്തിയിട്ട് പോയിട്ടുണ്ടാവും. അവരിൽ നിന്ന് ഞാൻ യുണീക്കാവലാണ് എൻ്റെ ലക്ഷ്യമെങ്കിൽ ഇപ്പോഴാണ് ഞാൻ പഠിച്ചു തുടങ്ങേണ്ടതെന്നൊരു പോസിറ്റീവ് തോട്ട് മനസ്സിലുണ്ടോ, രക്ഷപ്പെടും. പഠിച്ചതൊന്നും മനസ്സിൽ നിൽക്കുന്നില്ല. പരീക്ഷാ ഹാളിൽ വെച്ച് നമുക്കിത് ഓർമ്മ വരുന്നില്ല. ഇവിടെ ഏത് ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് പലപ്പോഴും നമുക്ക് മനസ്സിലാകുന്നില്ല. പരീക്ഷ കഴിഞ്ഞിറങ്ങിയാൽ ഈ ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ ആൻസർ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡിലേക്ക് വരുന്നു. ഇതിൻ്റെയൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കിതൊന്നും ഓർമ്മയില്ലാഞ്ഞിട്ടല്ല. നമുക്കിതെല്ലാം ഓർമ്മയുണ്ട്. നമ്മളത് വൃത്തിയായി എടുത്തു വെച്ചിട്ടില്ലാത്തത് കൊണ്ടാണ് ആവശ്യമുള്ള സമയത്ത് നമുക്കത് തിരഞ്ഞിട്ട് കാണാത്തത്. നിങ്ങളുടെ മനസ്സിൽ ആ ഉത്തരവുണ്ട്, പക്ഷെ നമുക്കത് ആവശ്യമുള്ള സമയത്ത് പുറത്തേക്ക് വരുന്നില്ല. ചിലപ്പോൾ ആവശ്യമില്ലാത്ത സമയത്ത് അതിങ്ങനെ വല്ലാതെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. ലൈഫിൽ പഠനമല്ലാത്ത പല കാര്യങ്ങളിലും ഇങ്ങനെയുണ്ട്. ചിലപ്പോഴൊക്കെ കാറിൻ്റെ കീ എവിടെയാണ് എന്ന് നമ്മൾ പലരും ഒരുപാട് അന്വേഷിച്ച് തപ്പാറുണ്ട്, നടക്കാറുണ്ട്. എന്നാൽ കൃത്യമായിട്ട് കാറിൻ്റെയും ബൈക്കിൻ്റെയൊക്കെ കീ വെക്കാൻ നമുക്കൊരു സ്പേസ് ഉണ്ടെങ്കിൽ അത് പിന്നീട് നമുക്കൊരു പ്രശ്നമാവാറില്ല. അതെവിടെയാണ് എന്ന് നമ്മൾ അന്വേഷിച്ച് കുറേ സമയം കളയാറില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വലിയ ലൈബ്രറി ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ലൈബ്രറിയിൽ ഹിസ്റ്ററി, അതുപോലെ സ്പിരിച്വലായിട്ടുള്ള ബുക്കുകൾ, നോവലുകൾ, ഇങ്ങനെ പല വിധത്തിൽ ഈ ബുക്കുകളെല്ലാം കാറ്റഗറൈസ് ചെയ്ത് പല ഷെൽഫുകളിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ബുക്ക് വളരെ പെട്ടെന്ന് അവിടെ നിന്ന് പിക്ക് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ വെച്ചിട്ടില്ല എങ്കിൽ ഒരു അത്യാവശ്യം വരുമ്പോൾ ഒരു പർട്ടിക്കുലർ ബുക്ക് നമുക്ക് അവിടെ നിന്ന് എടുക്കണമെങ്കിൽ നമ്മൾ ചിലപ്പോൾ ആ ലൈബ്രറി A to Z തപ്പി നടക്കേണ്ടി വരും. അങ്ങനെ നടന്നാലും ചിലപ്പോഴൊന്നും നമ്മൾ ആഗ്രഹിച്ച സാധനം അവിടെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് കിട്ടാറില്ല. അപ്പോൾ ഇതൊക്കെ അവിടെ ഉണ്ട്, നമ്മുടെ ബ്രെയിനിലും ഇതൊക്കെ ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇത് പുറത്തേക്ക് കിട്ടുന്നില്ല എന്നത് ബ്രെയിനിലേക്ക് നമ്മളിത് കൊടുത്ത രീതി ശരിയല്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഈ ഫോണിൽ 256 GB ആണ് സ്റ്റോറേജ് ഉള്ളത്. 256 GB എന്ന് പറഞ്ഞാൽ അത്ര മോശമാണോ? അല്ല, നല്ലൊരു സ്റ്റോറേജാണ്. ഒരുപാട് ഫോട്ടോസും ഒരുപാട് വീഡിയോസും ഒരുപാട് ബുക്കുകളും എനിക്ക് എൻ്റെ ഫോണിൽ കീപ്പ് ചെയ്യാൻ പറ്റും. ഒരു 5 കൊല്ലം 6 കൊല്ലമൊക്കെ ആ സ്റ്റോറേജ് ഫുള്ളാവാതെ എൻ്റെ ലൈഫിൽ എനിക്ക് വേണമെങ്കിൽ ഈ ഫോണിനെ കൊണ്ടു നടക്കാൻ പറ്റും. അപ്പോൾ ഈ 256 GB പകരം ഇതിൽ 512 GB ഉണ്ടായിരുന്നെങ്കിൽ അത് കുറച്ചുകൂടെ നല്ല സ്റ്റോറേജ് ആണല്ലോ അല്ലേ? ഒരു 1000 GB ഉണ്ടായിരുന്നെങ്കിലോ മോനെ? 1000 GB എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സ്റ്റോറേജ് ആയിപ്പോയി. 1,00,000 സ്റ്റോറേജ്, 1,00,000 GB സ്റ്റോറേജ് ഉണ്ടെങ്കിൽ അത് എത്രമാത്രം വലിയ ഒരു സ്റ്റോറേജ് കപ്പാസിറ്റിയാണെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ ബ്രെയിനിൻ്റെ കപ്പാസിറ്റി 25 ലക്ഷം GB ആണ്. 2.5 മില്യൺ GB ആണ് നമ്മുടെ ബ്രെയിൻ കപ്പാസിറ്റി. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ തലമുറയ്ക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാനിങ്ങനെ പറയാം. ഒരു വീഡിയോ നിർത്താതെ പ്ലേ ചെയ്ത് 300 വർഷം പ്ലേ ചെയ്യാനുള്ള അത്രയും ലെങ്ത്തുള്ളൊരു വീഡിയോ
കംപ്ലീറ്റ്ലി നമ്മുടെ ബ്രെയിനിൽ ഉൾക്കൊള്ളാൻ പറ്റും. ഒരു 300 കൊല്ലം, 300 വർഷമാണ്, 300 വർഷം പ്ലേ ചെയ്യാൻ ലെങ്ത്തുള്ളൊരു വീഡിയോ ഈ ഫോണിൽ പറ്റില്ല. അങ്ങനെ ഒരു ഫോൺ ഈ ദുനിയാവിലില്ല. നമുക്ക് നമ്മുടെ ബ്രെയിനിൽ അത്രയും ലെങ്ത്തുള്ളൊരു വീഡിയോ സേവ് ചെയ്തു വെക്കാൻ മാത്രമുള്ള മെമ്മറി കപ്പാസിറ്റി ഉണ്ട്. പഠനം പ്രകാരം ഒരു മനുഷ്യന് 40 ഭാഷകൾ നമ്മുടെ മാതൃഭാഷ പോലെ സംസാരിക്കാൻ കഴിയുമെന്നാണ്. കപ്പാസിറ്റി ഉണ്ട്, നമ്മളത് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നതല്ല, കപ്പാസിറ്റി ഉണ്ട്. നമ്മുടെ ബ്രെയിൻ കപ്പാസിറ്റിയെ ഒരിക്കലും നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. നിങ്ങൾക്ക് മനസ്സിലുണ്ടത്, നമ്മുടെ മനസ്സിൽ നമ്മുടെ ഉത്തരങ്ങളുണ്ട്. അത് പുറത്തേക്ക് വരാൻ നിങ്ങൾ എടുത്തു വെക്കേണ്ട രീതികളെക്കുറിച്ചാണ് പ്രധാനമായും, പ്രാക്ടീസ് ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച്, അതല്ലെങ്കിൽ നിങ്ങൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്ന രൂപത്തിൽ നിന്നുള്ള ഡിഫറൻസുകളാണ് പ്രധാനമായും ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കുന്നത്. ഒരാളെ കല്യാണത്തിന് കണ്ടു, അദ്ദേഹത്തെ പരിചയപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ ഫാമിലിയെ പരിചയപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ ജോബ് എന്താണെന്ന് ചോദിച്ചറിഞ്ഞു. പിറ്റേന്ന് അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അയാൾ ഓർമ്മ ഉണ്ടാവും, തലേന്നാണല്ലോ നമ്മൾ അയാളെ പരിചയപ്പെട്ടത്. പക്ഷെ ഒരു മാസം കഴിഞ്ഞിട്ട് നമ്മൾ അതേ മനുഷ്യനെ വേറൊരു സിറ്റുവേഷനിൽ വെച്ച് കണ്ടാൽ നമ്മൾ ഇയാളെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് ഓർമ്മയുണ്ടാവും. ചിലപ്പോൾ അയാളുടെ ജോബ് എന്താണെന്ന് ഓർമ്മയുണ്ടാവും, അയാൾ വാട്ടർ അതോറിറ്റിയിൽ ഉദ്യോഗസ്ഥനാണ്, പക്ഷേ അയാളുടെ പേര് മാത്രം ചിലപ്പോൾ നമുക്ക് മിസ്സിംഗ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഒന്ന് ആലോചിച്ചിട്ട് പറയും, നിങ്ങളെ പേരിപ്പോൾ 2-3 മിനിറ്റൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് ഇല്ല, മറന്നുപോയി. നമ്മൾ പ്രയോഗിച്ച വാക്ക് മറന്നുപോയി എന്നാണ്. സത്യത്തിൽ നമ്മളത് മറന്നിട്ടില്ല. അപ്പോൾ ഇയാൾ നമ്മളോട് തിരിച്ചു പറയാണ്, ഇയാളൊരു 3 ഓപ്ഷനൊക്കെ തന്നു. എൻ്റെ പേര്, ഒരു 3 പേര്, വേറെ എന്തെങ്കിലും ഒരു പേര്, ദിലീപ്, ഗിരീഷ്, അതുപോലെ ജോസഫ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു 3 ഓപ്ഷൻ അയാൾ തന്നപ്പോൾ നമുക്ക് പെട്ടെന്ന്, നിങ്ങളുടെ പേര് ഗിരീഷ്, നമുക്ക് പെട്ടെന്ന് മനസ്സിലായി. അപ്പോൾ മനസ്സിലായില്ലേ, നമുക്കത് മറന്നിട്ടില്ല, നമ്മുടെ ഉള്ളിൽ അതുണ്ട്. ആവശ്യമായ സമയത്ത് അത് പുറത്തേക്ക് വരാത്തത് എന്താണെന്ന് വെച്ചാൽ അതിനെ ഒരു ലോങ് ടേം മെമ്മറി ആക്കിയിട്ട് കീപ്പ് ചെയ്യുന്നിടത്ത് ഒരു പക്ഷേ നമ്മൾ ഫെയിലായതുകൊണ്ടാവാം. അതല്ലെങ്കിൽ അത് ഓർത്തെടുക്കേണ്ട സിറ്റുവേഷനിൽ നമ്മുടെ മൈൻഡ് മാനിപ്പുലേറ്റഡ് ആയതുകൊണ്ടാവാം. നീറ്റ് പരീക്ഷയുടെ 1 മാസം മുമ്പ് ചിലപ്പോൾ നിങ്ങൾ വൃത്തിയായി ചെയ്തൊരു ക്വസ്റ്റ്യൻ നീറ്റ് പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എഴുതാൻ കിട്ടാത്തത് നിങ്ങൾക്കത് അറിയാഞ്ഞിട്ടല്ല. പരീക്ഷ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വീട്ടിലെത്തിയിട്ടൊന്ന് അനലൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് അതിൻ്റെ ഉത്തരം കിട്ടുന്നുണ്ട്. അപ്പോൾ ആ 3 മണിക്കൂർ പരീക്ഷ ഹാളിലുള്ള നമ്മുടെ മാനിപ്പുലേറ്റഡ് മൈൻഡിലാണ് നമുക്കത് ഓർത്തെടുക്കാൻ സാധിക്കാത്തത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കുന്നതിൻ്റെ കൂടെ, നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ കൂടെ, നിങ്ങളുടെ ഡൗട്ട് ക്ലിയറൻസിൻ്റെയും മറ്റുമെല്ലാം പ്രൊഫഷണൽ അപ്രോച്ചുകളുടെ കൂടെ നിങ്ങളുടെ മൈൻഡ് സ്ട്രോങ് ആയിരിക്കുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണെന്നാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞു വെച്ചത്. ഇതൊക്കെ വർക്കാവോ സാറേ? യെസ് ഇറ്റ് ഡസ്. ഇത് വർക്ക് ചെയ്യും, ഇത് കൃത്യമായി വർക്ക് ചെയ്യും മോനെ. അതിനെ സയൻറ്റിഫിക്കലി ഇക്വേഷൻസ് വെച്ച് പ്രൂവ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. നമ്മുടെ ഫിസിക്സ് വർക്ക് ചെയ്യുന്നത് പോലെ, ഗ്രാവിറ്റി വർക്ക് ചെയ്യുന്നത് പോലെ, പ്രപഞ്ച സത്യങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നത് പോലെ രാവും പകലും വർക്ക് ചെയ്യുന്നില്ലേ? സൂര്യനെ ഭൂമി ചുറ്റുന്നില്ലേ? ഇതെല്ലാം നടക്കുന്നുണ്ടെങ്കിൽ ഇത് പ്രാക്ടീസ് ചെയ്യുന്ന വിദ്യാർത്ഥിക്ക് വിജയത്തിലേക്ക് എത്താൻ പറ്റും. പറ്റിയിട്ടുണ്ട്, കഥകളിലേക്ക് കിടക്കുന്നില്ല. ഒരു കാര്യം മാത്രം ചിന്തിക്കുക, വർക്ക് ചെയ്യുമോ എന്ന ചോദ്യം ഞാൻ നേരത്തെ പറഞ്ഞ ബിലീഫിനെതിരാണ്, വിശ്വാസത്തിനെതിരാണ്. മാത്രമല്ല നമ്മളിതെല്ലാം ഉൾക്കൊണ്ട് നിങ്ങളിതൊരു തേർഡ് പേഴ്സണോട് ഷെയർ ചെയ്യാതിരിക്കുക. നിങ്ങൾക്കിപ്പോൾ മനസ്സിലായ കാര്യങ്ങൾ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാതെ നിങ്ങൾ ഒരു തേർഡ് പേഴ്സണോട് ഷെയർ ചെയ്യാതിരിക്കുക. ഷെയർ ചെയ്താൽ എന്താ പ്രശ്നം? അവർ നിന്നോട് തിരിച്ചു ചോദിക്കും, എന്നിട്ട് നീ ചെയ്തു നോക്കിയോ, നീ പ്രാക്ടീസ് ചെയ്തോ, നിനക്ക് വർക്കായോ എന്ന് ചോദിക്കും. അപ്പോൾ സ്വാഭാവികമായി മനസ്സിൻ്റെ ഉള്ളിൽ ഇല്ല, വർക്കായില്ല, ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ഡയലോഗ് അവിടെ വന്നു. ഇല്ല, വർക്കായില്ല എന്നൊരു ഡയലോഗ് വന്നു, ഇനി ഇത് വർക്കാവില്ല. മാത്രമല്ല ഈ തേർഡ് പേഴ്സൺ നിങ്ങളോട് ഇങ്ങോട്ട് പറയും, ഇങ്ങനെയൊക്കെ കുറേ ഉണ്ടാകും, മോട്ടിവേഷൻ,
ഈ മോട്ടിവേഷൻസ് എല്ലാം ഫേക്കാണ്. ഒരു പരിധിവരെ അത് ശരിയാണ്. 100% സക്സസ് ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെ ഇനി നമ്മൾ മോട്ടിവേറ്റ് ചെയ്യേണ്ടതില്ല. വല്ലപ്പോഴൊക്കെ മോട്ടിവേഷൻ ആവാം, എല്ലായ്പ്പോഴും മോട്ടിവേഷൻ ആവരുത്. മോട്ടിവേഷൻ മാത്രമാണ് എയിമിലേക്ക് എത്താനുള്ള ഒരേ ഒരു വഴിയെന്ന് തെറ്റിദ്ധരിക്കരുത്. തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കാൻ പാടില്ലെന്ന് എപ്പോഴും പറയാറുണ്ട്. നിങ്ങൾക്ക് ഒരു തുമ്പിയോട് പോയിട്ട് യു ക്യാൻ ട്രൈ ഇറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു കല്ല് വെച്ച് കൊടുത്താൽ തുമ്പി അതെടുക്കില്ല. എത്ര ശ്രദ്ധിച്ചാലും, എത്ര പണിയെടുത്താലും, എത്ര വിശ്വസിച്ചാലും അതെടുക്കില്ല. നിങ്ങളുടെ ഒരു കപ്പാസിറ്റി ഉണ്ട്. ആ കപ്പാസിറ്റിയിൽ അടിസ്ഥാനപരമായ ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇടയ്ക്ക് ഇത് ക്വിറ്റ് ചെയ്യാൻ തോന്നുമ്പോൾ, മനസ്സൊരുപാട് ഡൗൺ ആകുമ്പോൾ ഇടയ്ക്കൊരു മോട്ടിവേഷൻ അത് നല്ലതാണ്. എപ്പോഴും ആവുന്നതിലും അർത്ഥമില്ല. ഒരു ചെറിയ ഉദാഹരണം കേൾക്കൂ. മലപ്പുറം ജില്ലക്കാരനായ ഒരാൾ, അദ്ദേഹം നന്നായി പഠിച്ചു, കാനഡയിലേക്ക് പോയി. വെറുതെ വിചാരിക്കുക, കാനഡയിലെത്തി നല്ല ഒരു വൈറ്റ് കോളർ ജോബ് അദ്ദേഹത്തിന് ലഭിച്ചു. അങ്ങനെ കാനഡ എക്സ്പ്ലോർ ചെയ്യുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹത്തിന് ഇങ്ങനെ തോന്നുകയാണ്, ഞാൻ എൻ്റെ ഉമ്മനെയും ഉപ്പനെയും ഭാര്യയെയും മക്കളെയും എല്ലാവരെയും കൂട്ടിയിട്ട് കാനഡയിലേക്ക് പോയിട്ട് ഇനി അവിടെ സെറ്റിലാവാം എന്ന് അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ നാട്ടിലുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ അദ്ദേഹം ഒഴിവാക്കിയിട്ട് കാനഡയിൽ അദ്ദേഹം സെറ്റിലായി. ഇദ്ദേഹം നമ്മുടെ നാട് കണ്ടവനാണ്, കാനഡയും കണ്ടവനാണ്. ആ മനുഷ്യൻ കാനഡയിൽ സെറ്റിലാവണമെന്ന് തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും നാട്ടിൽ നിൽക്കലാണോ അവിടെ നിൽക്കലാണോ നല്ലതെന്ന് മനസ്സിൽ അദ്ദേഹം ഒന്ന് കമ്പയർ ചെയ്തിട്ടുണ്ടാകും. അദ്ദേഹത്തിൻ്റെ ലൈഫിൽ അദ്ദേഹത്തിൻ്റെ കമ്പാരിസൺ ആണ് ശരി. എന്നാൽ നാട്ടിൽ ഒരു കടയിലിരുന്ന് കട്ടൻ ചായയും ബീഡിയും വലിച്ചുകൊണ്ടിരിക്കുന്ന ചിലർക്ക് ഇദ്ദേഹം നാട് വിട്ടു പോയത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. കാനഡ, എന്ത് കാനഡയോട്? നമ്മുടെ നാട്, നമ്മുടെ പറമ്പ്, നമ്മുടെ പാടം, ഈ കട്ടൻ ചായ, ഇതിൻ്റെ ഒക്കെ ഒരു സുഖം ഏത് കാനഡയിൽ കിട്ടും എന്ന് പലരും ചോദിക്കുന്നത് നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടാവും. ഇപ്പം ഈ അഭിപ്രായം പറഞ്ഞവൻ ആരാ? അവൻ ഈ പാടവും വരമ്പും മാത്രമേ കണ്ടിട്ടുള്ളൂ, അവൻ കാനഡ കണ്ടിട്ടേ ഇല്ല. കാണാത്ത ഒരാളുടെ കമ്പാരിസൺ നമ്മൾ മുഖവിലേക്ക് എടുക്കേണ്ടതുണ്ടോ? കാനഡ കണ്ടിട്ടില്ലാത്ത ഒരാൾ ഇവിടം വിട്ടൊരു കാനഡയിലേക്ക് പോയി കഴിഞ്ഞാൽ ലൈഫ് ബോറായിരിക്കും എന്ന് പറയുന്നത് നമ്മൾ കേൾക്കേണ്ടതുണ്ടോ? രണ്ടും കമ്പയർ ചെയ്തവനെ വിശ്വസിക്കുക. ഇതൊക്കെ പ്രാക്ടീസ് ചെയ്ത് വർക്കാകുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിപ്പോൾ ബിസിനസ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും, റിലേഷൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും, പഠനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും, സെൽഫ് ഗ്രോത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും, ഹെൽത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും, ഇതെല്ലാം വിശ്വസിച്ച് ആത്മാർത്ഥമായി മനസ്സിനെ പാകപ്പെടുത്തി പണിയെടുക്കുന്നവർ റിസൾട്ടിലേക്ക് എത്താറുണ്ട്. ഇവൻ രണ്ടും കണ്ടതാണ്. അവൻ്റെ മോശം അവസ്ഥയും നല്ല അവസ്ഥയും കണ്ട് ആ പരിണാമത്തിലേക്കുള്ള വഴികളെക്കുറിച്ച് പറഞ്ഞു തരുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുക. നമ്മൾ അവിടേക്ക് എത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും മിനിമം ഇതാണ്, അക്സെപ്റ്റ് ഇറ്റ്. ഇറ്റ് വർക്ക്സ്. കൂടെ ആളില്ല എന്ന് തോന്നരുത്, ഞങ്ങളുണ്ട് കൂടെ. കാര്യങ്ങൾ പറഞ്ഞു തരാൻ നിങ്ങൾക്ക് ഒരുപാട് സോഴ്സുകൾ ഇന്ന് അവൈലബിളാണ്. ഇതെല്ലാം വർക്ക് ചെയ്താലും, നിങ്ങളിതെല്ലാം പ്രാക്ടീസ് ചെയ്താലും, നിങ്ങൾ ഈ ജന്മം മിസ് ചെയ്യാൻ പാടില്ലാത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് ഇനി ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഒരുപാട് കഥ പറയുന്നില്ല. ബി ഗ്രേറ്റ്ഫുൾ, നന്ദിയുള്ളവരാവുക. എടാ, നമുക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. നിലവിൽ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് എത്താൻ കാരണക്കാരായ ഒരുപാട് ശക്തികളുണ്ട്. അത് നിങ്ങളുടെ ബിലീഫിനനുസരിച്ച് നിങ്ങൾ ആ ശക്തിക്ക് പേരിടും. ചിലർ ദൈവം, ചിലർ പടച്ചോൻ, ഇങ്ങനെ പല വിധത്തിൽ പേരിടും. ചിലർ പ്രപഞ്ചം, യൂണിവേഴ്സ് എന്ന് പേരിടും. എടാ, ആ ശക്തിക്ക് നിങ്ങൾ ആ ശക്തിയുടെ മുമ്പിൽ ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം, നന്ദിയുള്ളവരാണ്. കൂടുതൽ കഥ പറയുന്നില്ല, ഞാൻ കുറച്ച് ഫോട്ടോസ് കാണിച്ചു തരാം.
നിങ്ങളതൊന്ന് കണ്ടിട്ട് വാ. ഇനി നിങ്ങൾ പറ, നമ്മുടെ ഹെൽത്ത് ഓക്കെ അല്ലേ? നമ്മുടെ സമ്പത്ത് ഓക്കെ അല്ലേ? നമ്മുടെ റിലേഷൻസ് ഓക്കെ അല്ലേ? എടാ, നമ്മൾ അടിപൊളിയാണ്, നമ്മൾ സൂപ്പറാണ്. നമ്മൾ സൂപ്പറാണെന്ന് നമുക്ക് തന്നെ തോന്നിയിട്ടില്ലെങ്കിൽ മൂന്നാമതൊരാളത് പറഞ്ഞു തന്നിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് തോന്നണം. ഒരുപാട് 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 അനുഗ്രഹങ്ങൾ നിൻ്റെ കയ്യിലുണ്ട്. അതിന് നന്ദിയുള്ളവനായാൽ തന്നെ എത്തിപ്പെടാനുള്ള ആഗ്രഹങ്ങളിലേക്ക് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി എത്തിക്കോളും. കിട്ടിയതിനെ കണ്ടില്ലെന്ന് നടിക്കരുത്, മനസ്സിനൊരു സമാധാനം ഉണ്ടാവില്ല. എത്താനുള്ളത് മാത്രം മനസ്സിലിട്ട് നടക്കുന്ന ഒരാൾക്ക് എക്സാം, പരീക്ഷ, ഇത് മാത്രം മനസ്സിലിടുന്ന ഒരാൾക്ക് ആ എക്സാമിലേക്കുള്ള വഴികളിൽ പോലും തടസ്സങ്ങളുണ്ടാകും. കാരണം മനസ്സ് കലുഷിതമാണെങ്കിൽ നമുക്ക് പഠിക്കാൻ കഴിയില്ല. ഞാൻ എൻ്റെ ക്ലാസ്സിലിരിക്കുന്ന കുട്ടികളോട് എപ്പോഴും പറയാറുള്ളൊരു ഡയലോഗാണ്, നിങ്ങളോട് ഒരാൾക്ക് ദേഷ്യം ഉണ്ടാവുക, ഉണ്ടാവാതിരിക്കുക, അത് നമ്മുടെ കൺട്രോളിൽപ്പെട്ട കാര്യമല്ല. ഞാൻ ചിലപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വണ്ടിയെടുത്ത് വരുന്ന വഴിക്ക് ചിലപ്പോൾ റോട്ടിൽ വെച്ചിട്ട് പലവിധ തെറികൾ നമുക്ക് കേൾക്കാൻ അവസരങ്ങളുണ്ടാവാറുണ്ട്. അന്നത്തെ എൻ്റെ ഒരു ദിവസത്തെ ഡ്രൈവ് ചെയ്യേണ്ടത് ആ തെറിവിളികളുടെ ഇമ്പാക്റ്റ് ആയിരിക്കരുത്. എന്നെ ഒരുത്തൻ പച്ച തെറി വിളിച്ചാൽ നമ്മളാകെ ഡൗണായി പോകുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. പകരം ഇങ്ങനെ ചിന്തിക്കുക, എന്നെ പൊരുത്തൻ നല്ലൊരു തെറി വിളിച്ചാൽ നമ്മളിങ്ങനെ ചിന്തിക്കുക, പാവം ആ മനുഷ്യനിപ്പോൾ എന്നെ കണ്ടിട്ട് ഒരു തെറി വിളിക്കാനാണല്ലോ തോന്നിയത്, അവനെന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളുണ്ടാവും, ബുദ്ധിമുട്ടുകളുണ്ടാവും, അവൻ്റെ മനസ്സിലെന്താ വിഷമമുണ്ടാവും. അല്ലാതെ ഞാനിപ്പോൾ ആ തെറി വിളിക്കാൻ അർഹനായ ആളൊന്നുമല്ല. അപ്പം നിങ്ങളോടൊരാൾക്ക് ദേഷ്യമുണ്ടാവുക, ദേഷ്യമില്ലാതിരിക്കുക എന്നത് നീ ആഗ്രഹിക്കരുത്. അത് നമ്മുടെ കൺട്രോളിലല്ല. പകരം നിനക്ക് ഒരാളോടും ദേഷ്യമില്ലാതാവാൻ പറ്റും. അതെത്ര ഒരു ഫ്രീ മൈൻഡാണെന്ന് ചിന്തിച്ചു നോക്കിയേ. ഇന്ന് ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നവരിൽ ഒരാളോടും എനിക്ക് ദേഷ്യമില്ല. അതെത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യം പറഞ്ഞതല്ല. എനിക്ക് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരാളോടും ദേഷ്യമില്ല എന്ന് പൂർണ്ണമായി പറയാൻ എനിക്ക് പറ്റില്ല. ഞാനും അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ ആഗ്രഹമാണ് പറഞ്ഞത്. അങ്ങനെ എനിക്കാവാൻ പറ്റിയാൽ അതെത്ര ബ്യൂട്ടിഫുൾ സിറ്റുവേഷനാണ്. വളരെ ലൈറ്റായ ഒരു മനസ്സിൽ നമുക്ക് എന്തും പഠിച്ചെടുക്കാൻ പറ്റും. നേരെ മറിച്ച് നിങ്ങളുടെ റൂംമേറ്റിനോട്, നിൻ്റെ കൂടെ പഠിക്കുന്നവരോട്, നിൻ്റെ അധ്യാപകനോട്, ഇൻസ്റ്റിറ്റ്യൂട്ടിനോട്, അപ്പുറത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിനോട്, അവിടെയുള്ള കുട്ടികളോട് ഒരു കോമ്പറ്റീറ്റീവ് മൈൻഡ് വേണ്ട എന്നല്ല, ആ കോമ്പറ്റീറ്റീവ് മൈൻഡിനെ ഒരു നെഗറ്റീവായിട്ടുള്ള തോട്ടിലൂടെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവൻ നന്നായി പഠിക്കുന്നുണ്ട്, അവന് അങ്ങനെ രക്ഷപ്പെടരുത് എന്നൊക്കെയുള്ള തോന്നലുകളാണെങ്കിൽ നീ ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആവില്ല. എടാ, അവൻ പഠിക്കാതിരിക്കുക ചെയ്തോട്ടെ, നീ പഠിച്ചാൽ നിനക്ക് കിട്ടും. അത് ഉറപ്പുള്ള കാര്യമല്ലേ? നിനക്ക് ഈ വർഷം എൻട്രൻസിൽ എത്ര സീറ്റ് വേണം? എത്ര സീറ്റ് വേണം? ഒരു സീറ്റ് പോരെ? ഇന്ത്യ മഹാരാജ്യത്തെ എന്തോരം സീറ്റ് കിടക്കുന്നു മോനെ. അതുകൊണ്ട് അവനും പഠിച്ചോട്ടെ. നീ ഒറ്റക്കൊരു ക്ലാസ് റൂമിലിരിക്കുന്നത് ബോറല്ലേടാ. അവരൊക്കെ സൈഡിൽ ഉണ്ടായിക്കോട്ടെ. നിനക്കുള്ള സീറ്റ് അവിടെ ഉണ്ടാവും. ഒരാളോടും ദേഷ്യമില്ലാതെ നന്ദിയുള്ളവരായി നല്ല പോലെ പഠിക്കുക. ഞങ്ങളുണ്ട് കൂടെ.